അല്ല. ഇതൊക്കെ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റും എന്നുള്ള മനസ്സിലായിക്കൊള്ളണം. ലോകം, ജഡം, പിശാച്, ഇത് മൂന്നും മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ വളരെ കിണഞ്ഞ് പരിശ്രമിക്കുന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ. കർത്താവിന്റെ അടുക്കൽ വന്ന് അവൻ പറഞ്ഞു, നമുക്കറിയാമല്ലോ, നീ എന്നെ വന്ന് വീണ് നമസ്കരിച്ചാൽ മാത്രം മതി, ഇതൊക്കെ ഞാൻ നിനക്ക് തരാം. ഇന്ന് വീണ് നമസ്കരിക്കാല കാലങ്ങൾ വെട്ടി കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. കർത്താവ് പറഞ്ഞു, എനിക്ക് നിനക്കൊന്നും വേണ്ട. ഭക്തന്മാർ കഴിയുന്ന ആളുകളിൽ ലോകം വെറുത്തു. ലോകം വെറുത്തവരേശുവോട് ചേർന്നിരുന്നപ്പോഴും ആനന്ദിക്കും. ലോകം വെറുത്തവരേശുവോട് ഭാഗ്യഗാന ചേരും വരെ. ഈ ലോകത്തിൽ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് ഞാനും നിങ്ങളും കാത്തിരിക്കുന്നു എന്നുള്ളത് നമ്മുടേതായ നടപ്പും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകണം. എന്നാൽ ഇന്ന് കണ്ടുവരുന്നത് അങ്ങനെയല്ല. പലരുടെയും നടപ്പും പരിപാടികൾ കണ്ടു കഴിഞ്ഞാൽ ഈ അടുത്തിടയ്ക്ക് എങ്ങൊന്നും ഇവിടെ നിന്ന് പോകത്തില്ല. വല്ല നിവർത്തിയോടെ അറുത്തും മുറിച്ചും തുന്നിക്കെട്ടി ഇവിടെ കിടക്കണമെന്നുള്ളതല്ലാതെ അങ്ങോട്ട് പോകാൻ ആഗ്രഹമില്ല. വിശുദ്ധ പൗലോസ് പറഞ്ഞു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നത് അത്യുത്തമം എന്നതല്ല പറയുന്നത്. ഞങ്ങൾ ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനെ വിട്ട് പരദേശികളെന്ന് അറിയുന്നു. ശരീരം വിട്ടാൽ കർത്താവിനോടുകൂടെ. ദൈവമക്കളെ, അഭാഗ്യനാടിന്റെ പ്രത്യാശ നിറയ്ക്കണം. നമ്മുടെ ആത്മാവിന് സ്ഥിതി ചെയ്യുന്നത് ഈ മൺകൂടാരത്തിലാണ്. ആത്മാവിന്റെ വീണ്ടെടുപ്പ് നടന്നെങ്കിലും ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. ഈ ശരീരത്തിന്റെ പിടി മുഴുവൻ മണ്ണിലോട്ടാണ്. അതുകൊണ്ട് നാം കർത്താവായ യേശുവിനോട് കൂടെ ഉയർത്തിനേൽപ്പിക്കുന്നുവെങ്കിൽ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം. അത് തന്നെ അന്വേഷിക്കണം. കാരണം മരിച്ച് നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാം അവനോടുകൂടെ ജീവൻ വെളിപ്പെടും. ഈ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും, ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. ഏത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു? ദൈവകൃപ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ഒരു ദൈവകൃപ ഉദിച്ചു. ആ ദൈവകൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. ഹല്ലേലൂയ. ബാലശിക്ഷ അവർക്ക് സന്തോഷമല്ല. അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുള്ളൂ? നാം ഓരോരുത്തരും അവന് വിശുദ്ധി പ്രാപിക്കേണ്ടതിന് അവൻ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. വായിച്ചാണ്ട് സ്തോത്രം. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങളോടൊന്ന് വായിച്ചു പോകാം. സ്തോത്രം. 5-ാം വാക്യം വായിക്കണം. മകനെ, കർത്താവിന് ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയും വരുത്. അത് വായിച്ചു വന്നിട്ട് 10-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അത് ജഡപ്രകാരം പിതാക്കന്മാർ 9 മുതൽ വായിക്കുമ്പോൾ, നിങ്ങൾ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ ഉണങ്ങിപ്പോകുന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലത്തേക്കും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായിട്ടത്രേ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാല സന്തോഷകരമല്ല, ദുഃഖകരമെന്നേ തോന്നും. പിന്നത്തേതേലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്ങാതെ നിവർത്തുവീൻ. മുടന്നുള്ളത് ഒഴുകിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവീൻ. ദൈവകൃപ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് സുഖകരമായി ജീവിക്കാൻ ആവശ്യമെന്ന ദൈവകൃപ ഇല്ല. കഷ്ടം സഹിക്കുവാനും കൃപ നൽകിയിരിക്കുകയാണ്. എന്റെ മകനെ തീമോഥെയോസേ, ഹല്ലേലൂയ, നീ എന്നോടുകൂടെ ചേർന്ന് ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി കഷ്ടം സഹിക്കാം. കഷ്ടം സഹിപ്പാനുള്ള കൃപ വിശുദ്ധ പൗലോസിനെ സംബന്ധിച്ച് പറയുമ്പോൾ, തനിക്ക് വെളിപ്പാടിലൂടെ ആധിക്യത്താൽ നിലച്ചു പോകാതിരിക്കേണ്ടതിന് തന്നെ കുത്തേണ്ടതിന് ദൂതനെ അത് കൊടുത്തു.
പല പ്രാവശ്യം വിട്ട് നീങ്ങേണ്ടതിന് വേണ്ടി അഭ്യർത്ഥിച്ചു, പ്രാർത്ഥിച്ചു, അപേക്ഷിച്ചു, അഭയാചന ചെയ്തു. എങ്കിലും കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ നിന്റെ ബലഹീനത തികഞ്ഞു വരുന്നു. നിരാവചൻ പറയട്ടെ, എന്നെയും നിങ്ങളെയും അക്കരെ നാട് കൊണ്ടെത്തിക്കുവാൻ ആവശ്യമായ ദൈവകൃപ നമ്മൾ വ്യാപിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഇബ്രാഹിം 2-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നു, അതേ 9-ാം വാക്യം, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരും അല്പം താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചത് കൊണ്ട് നാം അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു. ദൈവകൃപ സകല മനുഷ്യർക്ക് വേണ്ടി ഉദിച്ച ദൈവകൃപ ഉദിക്കുമ്പോൾ മനസ്സിലാക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരവും എടുത്ത് മനുഷ്യവേഷത്തിൽ പ്രത്യക്ഷനായ ദൈവപുത്രനായ കർത്താവ് ദൈവകൃപയാൽ മരണം ആസ്വദിച്ചു. ദൈവത്തിലെ നിന്റെ ജീവിതത്തിൽ ബാലശിക്ഷ വരുമ്പോൾ അത് കൃപയാൽ അത് തരണം ചെയ്യുവാൻ നീ ശക്തിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. യേശു ഭൂമിയിൽ വന്നിരിക്കുമ്പോൾ അവന് നമ്മെ സമ്പന്നരാക്കേണ്ടതിന് വേണ്ടി അവൻ ദരിദ്രനായി തീർന്ന ദൈവകൃപയെ നമ്മൾ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. രാവിലെ സമയത്ത് കൃപയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. എന്താ? ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും വിശുദ്ധിയോടും നീ ജീവിക്കേണ്ടതിന് വേണ്ടി ദൈവം ചിലപ്പോൾ നിന്റെ ജീവിതത്തിൽ പ്രത്യേകമായ കൃപ പകരും. ആ കൃപ എന്താണെന്ന് പറഞ്ഞാൽ ചില വേദന ഉണ്ടാകുന്ന കൃപയാണ്. ആ കൃപ എല്ലാവർക്കും ഇഷ്ടമല്ല. എന്നാൽ ഞാൻ പറയട്ടെ, നിന്റെ കൃപ എനിക്ക് മതി. ഞാൻ കടന്നു പോകുന്ന സ്ഥലം ഞാൻ പറയാനുള്ള സാധാരണ നാട്ടിലൊക്കെ നല്ല കറവയുള്ള പശുക്കളുണ്ട്, എരുമകളുണ്ട്. അതിന് തിരിപ്പോറ്റാൻ ആഗ്രഹമുണ്ട് എങ്കിലും ചിലത് പിടിച്ചാൽ നിൽക്കത്തില്ല. അതിനെന്തോ ചെയ്യുന്നറിയാമോ? നാട്ടിലെ മൂക്ക് കിഴിക്കും. മൂക്കിന്റെ പാലം നമുക്കുണ്ടല്ലോ, അത് കിഴിച്ചിട്ട് അതിവിടെ മുഖക്കറയിട്ട് കഴുത്തേ കിടക്കുന്ന കയറില് വക്കാണി കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കും. എന്തിനാന്ന് പറഞ്ഞാൽ അധികം ചാടുമ്പോ എന്തേന്നറിയാമോ? ഒരു പിടുത്തം പിടിക്കും, അവിടെ നിൽക്കും. അമ്മച്ചി പിടിച്ചാൽ അവിടെ നിൽക്കില്ല. അമ്മച്ചിയെ ഉരുട്ടിയിട്ട് അമ്മച്ചിയുടെ കാലും കൈ ഓടിച്ച് കടന്നു കളയും. അതൊരു നല്ല കുറവുള്ള പശയാണ്, നല്ല പശുവാണ്, നല്ല ഇനമാണ്. എന്നാൽ ദൈവത്തിന് വചനം പറയുന്നു, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവലുകളെയും പോലെ ആകരുത്. അവിടെ ചമയങ്ങളാകുന്ന കടിഞ്ഞാണും മുഖപ്പെട്ടയും കൊണ്ട് അവരെ സ്വാധീനമാക്കി വരുന്നു. അല്ല എങ്കിൽ അവ നിനക്ക് ഒരു സുവർന്ന് ഞാൻ പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളതാത്തവനായി തീരാതിരിക്കേണ്ടതിന് എന്നെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. വിഷയത്തിൽ മനസ്സിലാക്കുക, ഈ ശരീരം പറയുന്നത് കോവറുകൾക്ക് തുല്യമാണ്. നിന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് നടന്നുള്ളൂ. ഏത് സമയത്തും അത് വേലി വിളിച്ച് വെളിച്ചാടാൻ സാധ്യതയുണ്ട്. അവരവർക്കറിയാം. ചില പശുവുണ്ട്, ഒരു കുഴപ്പവുമില്ല, അഴിച്ചു വിട്ടാലും പോകാട്ടെന്നോളും, വലിയ ബഹളമൊന്നുമില്ല. അതിന് മോക്കേറൊന്നും രണ്ട ആവശ്യമില്ല. ചിലത് ഇട്ടേ പറ്റുള്ളൂ. ദൈവത്തിന്റെ പരിപാടി എന്ന് പറയുന്നത് ഇവിടെ നിന്നെ സുഖിപ്പിച്ച് അങ്ങോട്ട് വിടാനല്ല ആഗ്രഹിക്കുന്നു. നിന്റെ ആത്മാവ് വല്ല വിധേനയും നിത്യജീവൻ പ്രാപിക്കും. പൗലോസ് പറഞ്ഞതാണ്, എനിക്ക് ലാഭമായിരുന്നു ഒക്കെ ഛേദമെന്നെണ്ണി വല്ല വിധേനയും മരിച്ചവരുടെ പുനരുത്ഥാനം പ്രാപിക്കണം വെച്ച് ഞാൻ ഇപ്പോഴും എല്ലാം ഉപേക്ഷിച്ച് ചപ്പും ചവറുമെന്നുണ്ട്. കേൾവി താൽക്കാലികമായ വിഷയങ്ങളും നിലനിൽപ്പാൻ കഴിയില്ലാതെ എത്രയോ പേരാണ് വീണുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവും. ഈ ലോകത്തിൽ ആകെപ്പാടുള്ളത് ഇത്രയുമാണ്: ജഡമോഹം, കാൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രഭാവം. അത് ലോകത്തിൽ നിന്നുള്ളതല്ല, പിതാവിൽ നിന്നുള്ളതല്ല, അത് ലോകത്തിൽ നിന്നുള്ളതാണ്. സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയിരിക്കുന്നു. ഇത് 3 ജീവിതത്തിന്റെ കംപ്ലീറ്റ് ഫാക്ട്സ് ഉൾക്കൊണ്ടിരിക്കുന്നതിനകത്താണ്. കാൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപത്തിൽ കടന്നുപോയ സലോമോൻ പറയുന്നു, അഹോവൃത്തി തന്നെ എന്നെ പറ്റിയ മതി, അതുകൊണ്ടൊന്നും വേണ്ടെന്നാ പറയുന്നത്. പൗലോസ് പറയുമ്പോൾ ഉണ്മാനും ഉണ്ട്, ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വയ്ക്കാം. വയ്ക്കുവോ? അലംഭാവത്തോടു കൂടിയ ദൈവ ഭക്തി,
വലിയ ആദായമാണ് താൻ. Godliness with content. പോതും എൻകിற മനതോടുകൂടിയ ദേവഭക്തിയെ മികുന്ന ആദായം മതി. എവിടാ മതി? ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം പൗലോസ് പറയുന്ന പോലെ താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും വിശന്നിരിപ്പാനും തൃപ്തനായിരിക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞകാല വിശുദ്ധന്മാരുടെ ജീവിതത്തിന്റെ രഹസ്യം അതായിരുന്നു. ഈ ലോകം ഒരിക്കലും അവരെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. ലോകം വിലയേറപ്പെട്ടത് പലതും മുമ്പിൽ കാണിച്ചു, പക്ഷെ അവരത് അക്സെപ്റ്റ് ചെയ്തില്ല. നിന്നെ കൊടുക്കുവാനായിട്ട് അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, ഈ ലോകത്തിൽ ധനവാന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ കണിയിലും കുടുക്കിലും പെട്ട് മനുഷ്യ മോഹങ്ങളിൽ മുങ്ങിപ്പോവാൻ ഇടവരുന്നതായ മൗഢ്യവും ദോഷകരവുമായ പരമോഹങ്ങൾക്കും അധീനരായിത്തീരുന്നു എന്ന് പറഞ്ഞ് തീമോഥെയോസിനെ അഡ്രസ് ചെയ്യാണ്. നീയോ എന്റെ മകനെ തീമോഥെയോസേ, എന്റെ നടപ്പ്, എന്റെ ഉദ്ദേശം താങ്കൾ നിനക്കറിയാവുന്ന ഉദ്ധരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. സമയത്ത് നമ്മുടെ ലക്ഷ്യം എന്താ? രാവിലെ സമയത്ത് ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ഏത് മക്കളെയും സ്നേഹിക്കുന്നു. അവൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല, ദോഷമായിട്ടൊന്നും ഹല്ലേലൂയ എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിക്കുന്നത്. സ്തോത്രം. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളെ സ്നേഹിക്കുന്നവരാണ്. എന്നാൽ ചില സമയത്ത് പൊട്ടിപ്പോകത്തക്ക വണ്ണം ഉള്ള അടി നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വയറ്റിന്റെ അറകളിലേക്ക് കടന്നു ചെല്ലുന്ന അടി. അമേരിക്കയിലല്ല, നാട്ടിലൊക്കെ ഉള്ളു. ഇവിടെ അടിക്കാൻ പറ്റത്തില്ല. പിന്നെ സഭാഗത്തിൽ ആരും അവിടെ കാണത്തില്ലേ, ജയിലിലായിരിക്കും. സ്തോത്രം. പറഞ്ഞത് എപ്പോഴും മക്കളെ മോനെ എന്ന് വിളിച്ച് ഞാൻ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയല്ല. ശാസനകളുണ്ട്. നീതിമാൻ അടിക്കുന്നത് എനിക്ക് ദയ, അവൻ ശാസിക്കുന്നത് എന്റെ തലയ്ക്ക് എണ്ണ. അതേ എണ്ണയും അതെന്റെ തല വിലക്കാതിരിക്കട്ടെ. സ്തോത്രം. 140 സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചാൽ. യോബ് പറയുന്നു 5-ാം അധ്യായത്തിൽ, അവൻ മുറിവേൽപ്പിക്കുകയും മുറി കെട്ടുകയും ചെയ്യുന്നു, അവൻ ചതയ്ക്കുകയും തൃക്കായി പൊറുപ്പിക്കുകയും ചെയ്യുന്നു. 6 കഷ്ടത്തിൽ നിന്നെ വിടുവിക്കും, 7-ാമത്തതിലും തിന്മ നിന്നെ തൊടുകയില്ല. ദാസന്റെ ആരും ഓർപ്പിച്ചതുപോലെ ഭാരങ്ങളും പ്രയാസങ്ങളും സ്ട്രെസ് ഒക്കെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയുവാൻ ഇടയാകാതെ മുമ്പോട്ട് പോകാൻ ആവശ്യമാകുന്ന ദൈവകരം നമുക്കുണ്ട്. ഹല്ലേലൂയ. കഷ്ടതയിലും പാടുവാൻ, നഷ്ടം അതിൽ കൊണ്ടാടുവാൻ അവന്റെ സഖി നമുക്ക് ആവശ്യമാണ്. അതിന് കൃപാസനത്തിലേക്ക് അടുത്തു വരികയാണ്. ആ കൃപാസനത്തിൽ നിനക്ക് കൃപ ലഭിക്കും. ഇവിടുത്തെ വാൾമാർക്കസിലോ അല്ല ബെസ്റ്റ് ബൈയിലോ ഒന്നും പോയാൽ കിട്ടത്തില്ല. ദൈവസന്നിധിയിൽ മുഴങ്ങാൽ മടക്കി ഒക്കത്തുള്ളൂ. സമയമില്ല സമയമില്ല എന്ന് പറഞ്ഞാൽ ദൈവം പറയും, എനിക്കും സമയമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത്, എന്നോട് അടുത്തു വരുവീൻ, എന്നാൽ ഞാൻ നിങ്ങളോട് അടുത്തു വരാം. അവനോട് അടുത്തു വരുന്നതോട് മാത്രമേ അവൻ അടുത്തു വരികയുള്ളൂ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആശ്വാസവും, നമ്മുടെ സന്തോഷവും സമാധാനവും, നമ്മുടെ നേട്ടങ്ങളും ദൈവസന്നിധി മാത്രമാണ്. തലമുറകൾക്ക് വേണ്ടിയുള്ളതായ വിഷയമായാലും കുടുംബത്തിൻ്റെതായ ഉപജീവന ചിന്തകളായിരുന്നാലും അവന്റെ മുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. എന്റെ മുഖം അന്വേഷിപ്പിൽ നിങ്ങൾക്ക് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകരുതേ എന്ന്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഈ 21-ാം നൂറ്റാണ്ടിലും എന്റെ യേശു മതിയായവനാണ്. He is not a Jesus who was for the first century.
ജീസസ്. ഈ ഡിജിറ്റൽ ഏജിൽ എന്റെ യേശു മതിയായവനാണ്. നമ്മുടെ യേശുവിനെ ഡിജിറ്റൽ ഏജിലേക്ക് കൊണ്ടുവച്ചിട്ടൊക്കെ ആഗ്രഹിക്കും, ആ ഫാഷനിലേക്ക്. ഈസ് ആൻ അൺചേഞ്ചിങ് ഗോഡ്. കാൽവരി നമുക്ക് വേണ്ടി വരച്ചു കാട്ടിയതായ രക്ഷയുടെ ബ്ലൂ പ്രിന്റ്, ദാറ്റ് ഈസ് പെർഫെക്റ്റ്. ഇതാർക്കും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറയട്ടെ, യേശുവിലേക്ക് വരുന്ന ഒരുവനെ ആദ്യം വിളിക്കുന്നത് come to the Calvary. പാപത്തിൽ നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവരോടുകൂടെ ക്രൂശിക്കപ്പെടണം. ക്രൂശിൽ അവനോടുകൂടെ മരിച്ചുവെങ്കിൽ മാത്രമേ അടക്കം ചെയ്യാൻ പാടുള്ളൂ. ഇത് മരിക്കാതെ വളരെ അടക്കം ചെയ്യാതിനുള്ള പ്രശ്നങ്ങള്, വാക്കിംഗ് ഡെഡ് ബോഡീസ്. മനസ്സിലായാലോ? മരിക്കാത്തവര് മരിച്ചെന്ന് പറഞ്ഞ് കുഴിച്ചിട്ട് അവർ എഴുന്നേറ്റ് വന്ന എന്താ പ്രയാസം അറിയാമോ? മോർച്ചറിയിലൊക്കെ ചില ചാകുന്നതിന് മുമ്പ് കൊണ്ട് മോർച്ചറി വയ്ക്കും. മോർച്ചറിക്കാരനെ തുറക്കുമ്പോൾ ഇതേ എവിടെ നിന്നുകൊണ്ട് എഴുന്നേറ്റിരിക്കുന്നു. അവൻ അയ്യോ വിളിച്ച് ഓടും. നമ്മുടെ വീട്ടിലാകുമ്പോൾ അങ്ങനെ ഇല്ലേ? നമുക്കറിയാം എത്ര സ്നേഹിക്കുന്നവരാന്നാലും. നിരാവധി ഞാൻ പറയട്ടെ, വാസ്തവമായി പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. മരണമെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഈ ലോകത്തോടുള്ള ഒരു വേർപാടാണ്. അവന്റെ അടുത്ത് വന്ന് എന്തെല്ലാം കാണിച്ചാലും അതൊന്നും അവനെ ആകർഷിക്കുകയില്ല. വാസ്തവമായ ഒരു മരണം നമുക്കുണ്ടായെങ്കിൽ മാത്രമേ അവനോടുകൂടി ജീവിക്കാൻ ഒക്കെയുള്ളൂ. അവനോടുകൂടെ മരിച്ചാൽ അവനോടുകൂടെ ജീവിക്കാൻ സാധിക്കും. ദാവീദിന്റെ വാക്കുകൾ ഞങ്ങൾ നിർത്തുകയാണ്. ദൈവകൃപ നമ്മുടെ മേൽ നമ്മെ സന്ദർശിക്കുമ്പോൾ മുറുമുറുക്കരുത്. നമുക്കറിയാം, ഒരു വാക്യം വായിച്ചാൽ ഇരുപ്പാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അവന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് അവിടെ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, സ്തോത്രം, അതെ, താൻ പുത്രനായിരുന്നുവെങ്കിലും താൻ പ്രാപിച്ചതായ അതെ യേശുവിന്റെ ഐഹിക ജീവിതകാലത്തെ കുറിച്ച് പറയുന്നു. 7-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയും ഓടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഭക്തികളും പ്രപഞ്ചങ്ങളും മോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കണമെങ്കിൽ നമുക്ക് അവന്റെ കൃപ ആവശ്യമാണ്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ദൈവത്തിന്റെ പൈതലെ നിന്നെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ദൈവം നിന്ന് നടത്തുന്ന പാതയിൽ കൂടെ വൈമനസ്യമില്ലാതെ പിറുപിറുക്കാതെ ഭാരപ്പെടാതെ സന്തോഷത്തോടെ പോകണം. Are you ready to carry your cross? Unless you deny yourself and take up your cross. എന്റെ ക്രൂശ് ആയിരിക്കില്ല നിന്റെ ജീവിതത്തിലുള്ള ക്രൂശ്. യേശുവിന്റെ ക്രൂശ് ആരും എടുക്കണ്ട. നിന്റെ ജീവിതത്തിൽ യേശുവിനെ പിൻപറ്റുമ്പോൾ you have a cross to carry. Are you ready? മനസ്സോടെ സാപമരത്തിൽ തൂങ്ങിയ കർത്താവ് ചോദിക്കുന്നു, മനഃപൂർവ്വമായി നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ട്? ഒരു യാഗമായി, ഒരു വഴിപാടായി can you commit unto his hands? ദൈവകൃപ നിന്നെ വ്യാപാരന്നുകൊണ്ടിരിക്കും. നിന്നെ രക്ഷയുടെ പൂർണ്ണാനുഭവത്തിലേക്ക് നടക്കുവാനായി അവൻ മതിയാ. ഇവിടെ പുത്രനാണെങ്കിലും അതെ താൻ പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. സമയക്കൊണ്ട് നിങ്ങൾ പിന്നെ ധ്യാനിച്ചുകൊള്ളുകയും താൻ അനുഭവിച്ച കഷ്ടതകൾ, പുത്രനാണെങ്കിലും അവൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു. ചില അനുസരണം പഠിക്കും. നമ്മുടെ നാട്ടിൽ പറയും, ചാടുന്ന കാളയെ ആടുന്ന കൊമ്പെ കേട്ടാ പറയും. ചിലരെ മര്യാദ പഠിപ്പിക്കണമെങ്കിൽ ദൈവത്തിന് അറിയാം എങ്ങനെ വേണമെന്നുള്ളത്. He is a perfect designer. അവൻ പ്രധാന ശില്പിയാണ്. He knows how to build you. നിന്നെ എങ്ങനെ പണിയണമെന്നുള്ളത് അവനറിയാം. നീ അവന്റെ കരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. പെരുപെടുക്കരുത്. ചില പാത്രങ്ങൾ മാനകാര്യത്തിനും ചില പാത്രങ്ങൾ ഹീനകാര്യത്തിനും എന്നെ വിട്ടകന്ന് തന്നെ താൻ വെളിപ്പാക്കി ആ ഉടമസ്ഥന് ഉപയോഗമുള്ള പാത്രമായി എപ്പോഴും
നല്ല വേലയ്ക്കൊക്കെ ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രങ്ങളായി ഈ ലോകത്തെ വെറുത്തുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നു. അല്പകാലത്തെ ജീവിതം മാത്രമാണ്. സമയമാമൃതത്തിൽ എന്നുള്ള പാട്ട് കർത്താവിന്റെ ദാസൻ സാഹിബ് എഴുതിയപ്പോൾ അദ്ദേഹം ഒരിക്കലും ചവപ്പട്ടിയുടെ പരിപാടിക്ക് വേണ്ടല്ല അത് എഴുതിയത്. അത് വിശ്വാസികളുടെ ഒരു പ്രത്യാശ ഗാനമായിട്ടാണ് എഴുതിയത്. സമയമാകുന്ന രഥത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്? സ്വർഗയാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം ഏത് സമയത്ത് തിരശ്ശീല വീഴാൻ സാധ്യതയുണ്ട്. നിനക്കതൊരു സർപ്രൈസ് ആയി തീരരുത്. ഈ ലോകത്തിന്റെ മക്കൾക്ക് അതൊരു അവിശ്വസനീയതായി തോന്നും. ഏത് സമയത്തും നിന്റെ ജീവിതത്തിന്റെ തിരശ്ശീല വീഴാൻ സാധ്യതയുണ്ട്. അതുപോലെ ഏത് സമയത്തും കർത്താവിന്റെ വരവും സാധ്യതയുണ്ട്. ഇത് രണ്ടിനായിരുന്നാലും നീ ഒരുങ്ങിയിരിക്കുകയാണ്. കള്ളൻ വരുന്നത് പോലെ ഇത് രണ്ടും വരും. അതുകൊണ്ട് ഒരുങ്ങിയിരുന്ന് കാണും. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ ദൈവകൃപ പ്രാപിച്ച് മുമ്പോട്ട് പോകുവാൻ സന്മനസ്സോടെ നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് പരമേൽപ്പിക്കാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. പാട്ട് പാടുക.